795 divided by 57. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ റോഡ് ആദ്യം കണ്ടുപിടിക്കണം. അതിന് നമ്പർ ഓഫ് ഡിജിറ്റ് ഓഫ് ഡിവിഡൻറ്റ് മൈനസ് നമ്പർ ഓഫ് ഡിജിറ്റ് ഓഫ് ഡിവൈസർ -1 ആണ്. അതായത് ഇതിന് എത്ര ഡിജിറ്റ് ഉണ്ടോ മൈനസ് ഇതിൻ്റെ ഡിജിറ്റ് കിട്ടിയ ആൻസറിൽ നിന്ന് 1 ലെസ് ചെയ്യുക. അതായത് 3 - 2 എന്ന് പറയുന്നത് ഇത് 3 ഡിജിറ്റാണ്, ഇത് 2 ഡിജിറ്റാണ്. അപ്പോൾ 3 - 2 1 ഡിജിറ്റാണ്. കിട്ടിയതിൽ നിന്ന് 1 മൈനസ് ചെയ്യുക എന്ന് പറയുന്നത് 0 റോഡിലായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ 0 റോഡ് എന്ന് പറയുന്നത് ഇത് ഫസ്റ്റ് റോഡ്, ഇതാണ് 0 റോഡ്. ഇവിടെ നമ്മൾ 795 എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്യുക. ഇനി എന്ത് ചെയ്യണം, ഈ ആൻസർ റോഡ് കണ്ടുപിടിക്കണം. ആൻസർ റോഡ് കണ്ടുപിടിക്കാൻ ആദ്യത്തെ 2 നമ്പേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യുക. ഇതിനേക്കാൾ വലുതായതുകൊണ്ട് തൊട്ടടുത്തുനിന്ന് ആൻസർ ചെയ്യാൻ പാടില്ല, ഒരു റോഡ് ജമ്പ് ചെയ്യണം. ഇവിടെയാണ് ആൻസർ റോഡ് വരിക. അപ്പോൾ ഇത് ആൻസർ റോഡ് കിട്ടിയാൽ തൊട്ടടുത്തുള്ള 2 റോഡായിരിക്കും ക്വസ്റ്റ്യൻ റോഡ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ റോഡിലെ നമ്പർ എത്ര വരുന്നത് 7 ആണ്. ഈ 7ൽ 5 എത്ര ടൈംസ് എന്നാണ് നോക്കാം. അപ്പോൾ 7ൽ 5s നമുക്കറിയാം, ഒരു പ്രാവശ്യം മാത്രമേ 5 7 പോകും. അപ്പം 1 ഇവിടെ മാർക്ക് ചെയ്യുക. 1 × 5 1 × 5 എത്രയാണ് 5 ആണ്. അപ്പോൾ 0 7 5 ലെസ് ചെയ്യുന്നത് 0 5 ആണ് നമ്മൾ ലെസ് ചെയ്യുക. നമുക്കിനി വരുന്നത് എവിടെയാണ് എൻഡ് ചെയ്യുന്നത് അതും ഈ റോഡും നെക്സ്റ്റ്. അപ്പോൾ ഇവിടെ 29 ഉണ്ട്. പക്ഷെ നമുക്കിനി ചെയ്യാമെന്ന് പറയുന്നത് ഈ 1നെ എന്ത് ചെയ്യണം, ഡിവൈസിൻ്റെ രണ്ടാമത്തെ, ഇപ്പോൾ ഡിവൈസിൻ്റെ ഒരു ഡിജിറ്റ് മാത്രമേ നമ്മൾ പരിഗണിച്ചുള്ളൂ. അതേപോലെ ഡിവൈസിൻ്റെ എന്ത് ചെയ്യണം, രണ്ടാമത്തെ ഡിജിറ്റിനെയും പരിഗണിക്കണം. അപ്പോൾ 1 × 7 ചെയ്യണം. 1 × 7 എന്ത് ചെയ്യണം, 7 ആണ്. അത് ഈ 29 നമ്മൾ ലെസ് ചെയ്യണം. അപ്പോൾ 1 × 7 7 എന്ത് ചെയ്യുക, ഈ 29 22 ലെഫ്റ്റ് ചെയ്ത്. ഇനി നമുക്ക് നോക്കാം. അപ്പോൾ 2 ഡിജിറ്റിനെയും നമ്മൾ എന്ത് ചെയ്യും, പരിഗണിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിനി വരുന്നത് 225 എന്നുണ്ട്. ഈ 225 എന്നുള്ളത് 57നേക്കാൾ വലുതായത് കൊണ്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഈ 57 225 ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 225 ആണ്. 225 ഇനി നമുക്ക് ആൻസർ റോഡ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ഓൾറെഡി ഇവിടെ ഉണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യൻ റോഡ് ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ട, ഇനി നമുക്ക് ആൻസർ റോഡ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 5ഉം 2ഉം കമ്പയർ ചെയ്യുക. അപ്പോൾ നോക്കാം, 5നേക്കാൾ ചെറുതായതുകൊണ്ട് ക്വസ്റ്റ്യൻ്റെ തൊട്ടടുത്ത് തന്നെ എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. അപ്പോൾ ഇത് ആൻസർ റോഡായി കിട്ടി. അപ്പോൾ ഇനി ഇത് രണ്ടായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ റോഡായിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ട റോഡുകൾ. ഇവിടെ 22 ഉണ്ട്. അപ്പോൾ 22ൽ 5 എത്ര ടൈംസാണ് ചെക്ക് ചെയ്യുക. നമുക്കറിയാം 4 5s are 20 ആണ്. ഇവിടെ 4 ആക്കും. ഇവിടുത്തെ 22 20 പോകാൻ പറയുമ്പോൾ 20 ലെസ് ചെയ്തു. ഇവിടുന്ന് 2 ഒരു 0 ലെസ് ചെയ്തു. ഇനി വരുന്നത് ഇതും ഇതുണ്ട്. അതായത് 25 ഇവിടെ ബാക്കിയുണ്ട്. പക്ഷെ നമുക്ക് എന്താണ്, ഈ 4നെ നമ്മളെ ഡിവൈസറിൻ്റെ രണ്ടാമത്തെ ഡിജിറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 4 × 7 28 ആണ്. നമുക്ക് 25 ഉള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, നമുക്ക് മതിയായ നമ്പേഴ്സ് ഇല്ലെങ്കിൽ റീസ്റ്റോറേഷൻ ചെയ്യണം. റീസ്റ്റോർ ചെയ്യാൻ തന്നെ ആൻസർ ഓടുന്ന 1 എന്ത് ചെയ്യണം, ലെസ് ചെയ്യുക. ഒരു റോഡ് റൈറ്റിലേക്ക് ജമ്പ് ചെയ്തിട്ട് ഡിവൈസിൻ്റെ ആദ്യത്തെ ഡിജിറ്റാണ് ആഡ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ആ ഡിവൈസിൻ്റെ ആദ്യത്തെ ഡിജിറ്റിന് 5 ആണ്. ആ 5 എന്ത് ചെയ്യുക, ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിപ്പോൾ വരുന്നത് 75 ആണ്. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്യും. 3നെ എന്ത് ചെയ്യണം, അതിന് ആൻസർ റോഡിലെ നമ്പർ 3 ആയി മാറി. അപ്പോൾ ഈ 3നെ നമ്മൾ 7 ആയിട്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 3 × 7 ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇപ്പോൾ ചെയ്തിരുന്നത്. അപ്പോൾ 3 × 7 21 ആണ്. 21 ഇവിടെ നമുക്ക് ലെസ് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് 2ഉം ഇവിടുന്ന് 1 ലെസ് ചെയ്യാന്ന് പറഞ്ഞാൽ -5 ആഡ് 4 ആണ്. അപ്പോൾ നമുക്കിനി വരുന്ന നമ്പർ, ബാക്കിയുള്ള നമ്പർ 54 ആണ്. അതായത് നമ്മൾ 2 ഡിജിറ്റിനെയും പരിഗണിച്ച് കഴിഞ്ഞാൽ അപ്പോൾ 54 എന്ന് കിട്ടി. 54 എന്നുള്ളത് 57നേക്കാൾ ചെറുതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യും. അതായത് ഇത് നമ്മൾ റിമൈൻഡർ ആയിട്ടാണ് വെക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്നത് 13 റിമൈൻഡർ 54 ആണ്. അപ്പോൾ 795 ഡിവൈഡ് ബൈ 57 ആൻസർ 13 റിമൈൻഡർ 54 ആണ്. ഡെസിമലാക്കാൻ വേറൊരു മെത്തേഡാണ്. അപ്പോൾ നമ്മൾ സാധാരണ നോർമൽ കുട്ടികൾക്ക് പറയുന്ന മെത്തേഡ് ഇങ്ങനെയാണ്.